വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ച് കേൾപ്പിക്കാം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. അങ്ങ് ശ്രദ്ധിക്കുന്നത് എഡിഫൈങ് തോട്ട്സ് എന്ന ആത്മീക ശുശ്രൂഷയാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ച ഭാഗം. ഫിലിപ്പി ലേഖനത്തിൻ്റെ പ്രത്യേകത അത് കാരാഗ്രഹത്തിൻ്റെ ലേഖനമാണ്, പ്രിസൺ എപ്പിസലാണ്. ഈ കാരാഗ്രഹ ലേഖനത്തിൽ താൻ സൂചിപ്പിക്കുന്നത് നമുക്കേവർക്കും ധൈര്യം തരുന്ന 2 വസ്തുതകളാണ്. തൻ്റെ ബന്ധനങ്ങൾ, ആ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമായിരുന്നു. ആ ബന്ധനങ്ങളിൽ തനിക്ക് അനുകൂലമായി നിന്ന് സുവിശേഷ ഘോഷണം നടത്തിയ നല്ല സഹോദരന്മാരുണ്ട്. അപ്പോൾ തന്നെ കള്ള സഹോദരന്മാരെ അത് വെളിപ്പെടുത്തുകയും അവർ നാട്യമായിട്ട് തൻ്റെ ക്ലേശങ്ങളിൽ പ്രയാസം കൂട്ടേണ്ടതിന് അവർ പുറത്ത് പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന 2 പ്രയോഗങ്ങളാണ് നാം ശ്രദ്ധിക്കുന്നത്. ഒന്ന്, തനിക്ക് ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയുണ്ട് എന്നുള്ള തിരിച്ചറിവ്. 2, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തനിക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന പ്രയാസങ്ങളിൽ നമുക്ക് ധൈര്യം പകരുന്ന 2 സത്യങ്ങളാണിവ. നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ കൊണ്ട് നാം അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് ദൈവം ഉത്തരവാദി അല്ല. അതിൽ ദൈവപ്രസാദവും ഇല്ല. എന്നാൽ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ ദൈവം അതിന് പ്രതിവിധികൾ വരുത്തും എന്നുള്ളത് മറ്റൊരു വശമാണ്. എന്നാൽ തന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, മനഃപൂർവമായ പാപങ്ങൾക്ക് അതിൻ്റെതായ ദുഃഖങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം, ദൈവത്തോടുള്ള ആത്മാർത്ഥതയും അനുസരണവും നിമിത്തം നാം അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളിൽ നമുക്ക് സഹായത്തിനായി ധൈര്യപ്പെടുത്തേണ്ടതിന് 2 ചിന്തകളാണ് ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. ഒന്ന്, നാം തനിയെയല്ല, ദൈവജനത്തിൻ്റെ പ്രാർത്ഥന നമുക്കുണ്ട്. 2, ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് നമ്മോടൊപ്പം സഹായത്തിനായിട്ടുണ്ട്. ഈ 2 വസ്തുതകൾ ഞാനൊന്ന് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ ആസ്യയിൽ അപ്പോസ്തലനും കൂട്ടർക്കുമുണ്ടായ ഭയങ്കരമായ പ്രയാസത്തെക്കുറിച്ച് പറയുമ്പോൾ, മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് പറയുമ്പോൾ നാം ഇങ്ങനെയാണ് 11-ാം വാക്യത്തിൽ വായിക്കുന്നത്: അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണ നിൽക്കുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ ജനം പരസ്പരം പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവജനത്തിൽ ആർക്കെങ്കിലുമൊക്കെ കഠിനമായ ശോധനകൾ, പ്രയാസങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തട്ടെ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവജനമുണ്ട് എന്നുള്ള വലിയ തിരിച്ചറിവ് നൽകുന്ന ധൈര്യം ഒട്ടും ചെറുതല്ല. പ്രിയപ്പെട്ടവരെ, അങ്ങയുടെ ജീവിതത്തിൽ ദൈവഹിതപ്രകാരമുള്ള പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ, മറ്റുള്ളവരോട് പറഞ്ഞിട്ടും താങ്കളുടെ ഹൃദയത്തിന് ആശ്വാസം ലഭിക്കാത്ത കാര്യങ്ങളിലൂടെ താങ്കൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം അങ്ങയെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് എന്നുള്ള സത്യം എത്രയോ പ്രാവശ്യം നാം കണ്ടിട്ടുള്ളതാണ്. ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന വസ്തുതയാണ്. അതുകൊണ്ട് ധൈര്യപ്പെടുക. അങ്ങയുടെ ജീവിതത്തിൻ്റെ ഏത് ശോധന വേളയിലും അങ്ങയ്ക്ക് വേണ്ടി മുട്ടുമടക്കുന്ന പല പ്രിയപ്പെട്ടവർ കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങയ്ക്ക് വേണ്ടി ജാഗരിപ്പാനുണ്ട്. അങ്ങ് ഒരിക്കലും പ്രയാസത്തിൽ തനിയെയല്ല. ഞാൻ തനിയെയാണ് എന്ന് വിചാരിച്ച് അങ്ങ് അധൈര്യപ്പെട്ടു പോകരുത്. ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടൊപ്പം ഇവിടെ ഇതാ ദൈവജനം അങ്ങയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടെ പറയാതിരിപ്പാൻ നിവൃത്തിയില്ല. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 12-ാം അധ്യായം 23-ാം വാക്യത്തിൽ ശമൂവേൽ പറയുമ്പോൾ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ് എന്നുള്ള വ്യക്തത നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവജനത്തിൻ്റെ വലിയൊരു ഉത്തരവാദിത്വം എന്താണ്? കഷ്ടങ്ങളിലൂടെ പോകുന്നവർക്ക്, പ്രയാസങ്ങളിലൂടെ പോകുന്നവർക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിച്ച് അവരെ ധൈര്യപ്പെടുത്തി പ്രാർത്ഥനയുടെ പിന്തുണ കൊടുക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്രാർത്ഥിക്കാമെന്നത് ഭംഗിവാക്കല്ല, മറിച്ച് ആത്മാർത്ഥതയിൽ നാം ചെയ്യേണ്ടുന്ന ആത്മീക പോരാട്ടമാണ്. സഹവിശ്വാസികളോടുള്ള നമ്മുടെ തീർത്താൽ തീരാത്ത ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ധൈര്യപ്പെടുക. അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹത്തിനുണ്ടായ വലിയ ദുഃഖത്തിൽ, കാരാഗ്രഹത്തിൽ
അദ്ദേഹം പറയുന്നു, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന തുണയായിട്ടുണ്ട്. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് മറ്റൊരു വിഷയമാണല്ലോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊട്ടും ചെറുതല്ല. ദൈവം തന്നെ തുണയ്ക്കായി ഇറങ്ങി വരിക. സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചിട്ടുള്ള വിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സ്ഥിതികളിലും നാം കണ്ണുനീർ വാർക്കുമ്പോഴും, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുമ്പോഴും, എൻ്റെ ജീവിതം തീർന്നു എന്ന് ചിന്തിക്കുമ്പോഴും, കർത്താവിൻ്റെ ആത്മാവ് സഹായത്തിന് അങ്ങയോടൊപ്പമുണ്ട് എന്നുള്ളത് മറക്കരുത്. അപ്പോൾ തന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, അങ്ങയുടെ ജീവിതത്തിൽ വിശുദ്ധാത്മാവിന് പ്രവർത്തിക്കേണ്ടതിന് അങ്ങയുടെ ജീവിതത്തിൻ്റെ കന്മഷങ്ങളെ, അങ്ങയുടെ ജീവിതത്തിൻ്റെ പാപങ്ങളെ, ദൈവത്തിന് പ്രവർത്തിപ്പാൻ തടസ്സമായിട്ടുള്ള അങ്ങയുടെ കുറവുകളെ യാതൊരു കരുണയും കൂടാതെ, യാതൊരു ഉപശാന്തിയും കൂടാതെ കണ്ണുനീരോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ ആത്മാവിന് അങ്ങയെ സഹായിപ്പാൻ കഴിയുന്നത്, അതനുഭവിപ്പാൻ കഴിയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങൾ അത് ദൈവാത്മാവിൻ്റെ സഹായം അനുഭവവേദ്യമാക്കുന്നതിൽ നിന്ന് നമ്മെ തടയുവാൻ പാടുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ ആത്മാവ് വിശുദ്ധർക്കു വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. എൻ്റെ പിതാവ് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, സ്വർഗത്തിലൊരു മധ്യസ്ഥനുണ്ട്, ഭൂമിയിൽ ഹൃദയത്തിലൊരു മധ്യസ്ഥനുണ്ട്. ഈ രണ്ട് മധ്യസ്ഥന്മാർക്കിടയിൽ നിന്നുകൊണ്ടാണ് വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. ഈ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം വസിച്ചുകൊണ്ട്, എന്നേക്കും നമ്മോടൊപ്പം ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം നമ്മോടൊപ്പമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവിടുന്ന് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിനെന്ന് കർത്താവ് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട ഒരാളുടെ ജീവിതത്തിൽ എന്നേക്കും അവനോടൊപ്പം വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. നിത്യത വരെ നമ്മെ എത്തിപ്പാൻ ശക്തനായവൻ. പ്രിയപ്പെട്ടവരെ, കളങ്കവും ചുളുക്കവും ഒന്നുമില്ലാതെ ദൈവസഭയെ മറുകരയിലെത്തിപ്പാൻ പ്രാപ്തിയുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പമുണ്ട്. ഇന്ന് ഈ സമയത്ത് അങ്ങ് എന്തിനാണ് അധൈര്യപ്പെടുന്നത്? അങ്ങ് എന്തിനാണ് തകർന്നു പോകുന്നത്? തകരണ്ട, തളരണ്ട. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങയ്ക്കു വേണ്ടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നാൾ തളരാതെ, തകർന്നു പോകാതെ ദൈവം നിർത്തിയത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ധൈര്യപ്പെടുക, ഇന്ന് ആശ്വസിക്കുക. തളർന്നിരിക്കുന്ന മുഴങ്കാലുകൾ അത് നേരെയാകട്ടെ. അങ്ങയുടെ കണ്ണുകളിൽ നിന്ന് ഉയരുന്ന ആ കണ്ണുനീർ കാണുന്നൊരു ദൈവമുണ്ടെന്ന സത്യം തിരിച്ചറിഞ്ഞാട്ടെ. സങ്കടങ്ങളിൽ തുണ നിൽക്കുന്ന ദൈവം നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഇനി നിരാശയിലേക്ക് പോകരുത്, ഇനി വിചാരപ്പെടരുത്. അത് വരികയില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അത് വരുമ്പോൾ ഉടനെ കൃപയ്ക്കായി ദൈവത്തോട് യാചിക്കുക. എപ്പോഴും ഓർക്കുക, അപ്പോസ്തലനായ പൗലോസ് എന്ന വലിയ ക്രൈസ്തവ ധീരയോദ്ധാവ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും തന്നെ ഉപദ്രവിക്കുന്ന സഹോദരന്മാരെ നോക്കി അദ്ദേഹം പറഞ്ഞ ധൈര്യപ്പെട്ട ഈ രണ്ട് വസ്തുതകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ദീപ്തിയായി മാറട്ടെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുവാനും നാമും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരുവാനും ഈ ചിന്ത മുഖാന്തരമായി തീരട്ടെ. അത് തന്നെയുമല്ല, എന്നേക്കും നമ്മോടൊപ്പം ഇരിക്കുന്ന വിശുദ്ധാത്മാവിൻ്റെ സ്നേഹവും കരുണയും കാരുണ്യവുമെല്ലാം നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ട് ദൈവകൃപയിൽ ശരണപ്പെടാം, ദൈവാത്മാവിൽ ആശ്രയിക്കാം, ദൈവത്തിന് വിധേയപ്പെടുത്താം. കൃപമേൽ കൃപ പ്രാപിക്കേണ്ടതിന് കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. തളർന്നു പോകാതെ നമ്മെ നടത്തുന്ന ദൈവാത്മശക്തിക്ക് വിധേയപ്പെടുത്തുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഞങ്ങൾ മനുഷ്യരാണ്, പലപ്പോഴും ഞങ്ങൾ തളർന്നു പോകാറുണ്ട്,
ഞങ്ങൾ തകർന്നു പോകാറുണ്ട്. എന്നാൽ ഇന്നും ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിലൂടെ ഞങ്ങൾക്ക് വേണ്ടി തുണ നിൽക്കുന്ന വിശുദ്ധാത്മാവിൻ്റെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹവിശുദ്ധന്മാരുടെയും വലിയ സത്യസന്ധമായ ആത്മാർത്ഥതയുള്ള സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾ ഏകരല്ല കർത്താവേ, അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏകരല്ല, അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ട് എന്ന സത്യത്തിനായി സ്തോത്രം. എല്ലാ കേൾവിക്കാരെയും അനുഗ്രഹിക്കണമേ, യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. കാണുന്നു ക്രൂശത നിന്ന പീഠത്തൻ പ്രതിരൂപം, പ്രിയമാം ക്രൂശത എൻ പ്രിയൻ നന്നതിൽ ലോകപാപത്തിനായി ഞാൻ സ്നേഹിക്കുമാ ക്രൂശിനെ സർവം കാഴ്ചവെക്കും നാൾ വരെ ചേർത്തണച്ചിടുമാ ക്രൂശിനെ താൻ കിരീടങ്ങൾ നൽകും വരെ. കാണുന്ന ക്രൂശിനെ ലോകത്തിൽ നിന്യമാം, എന്നാൽ എന്നോടെ പ്രമോദമാ ദൈവകുഞ്ഞാടതിൽ വിൺപ്രഭ